പോകല്ല 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒരുവിധം ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിന് പച്ചക്കറി ബിസിനസ്സിൽ നല്ല ലാഭമാണ്. പച്ചക്കറി ബിസിനസ് ചെയ്ത ആൾക്കാരൊന്നും പച്ചക്കറീൻ്റെ ഷോപ്പ് അടച്ച് പോയിട്ടില്ല, അവർക്ക് അതിനെക്കൊണ്ട് ലാഭമാണ്. അത് ഒരുവിധം ശരിയാണ്, മൊത്തം ലാഭമെന്ന് ഞാൻ പറയൂല. പച്ചക്കറി ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ഗൗരവമേറിയ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, എനിക്കൊരു പച്ചക്കറി ഷോപ്പ് ഓപ്പൺ ആക്കണം. പച്ചക്കറി ഷോപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും 30% 40% ലാഭമുണ്ട്, അപ്പോൾ അതായിട്ടും നല്ലത് എന്നെല്ലാം വിചാരിച്ചിട്ട് നിങ്ങൾ പച്ചക്കറി ഷോപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ സെറ്റപ്പിൽ മാത്രമേ ഷോപ്പ് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പച്ചക്കറിയിൽ 40-45% ലാഭം ഇടണം. 15%-ഓളം വേസ്റ്റേജിൽ പോകും. എന്നാലും 30% കിട്ടുമോ നിങ്ങൾ അധ്വാനിക്കുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പേക്ക് ചെയ്ത് വെക്കേണ്ട സാധനങ്ങളുണ്ട്. ആ പേക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ നഷ്ടങ്ങൾ വരും, ഒരുപാട് വേസ്റ്റേജിൽ പോകും. അത് ബൈഗന്, പച്ചമുളക്, ക്യാരറ്റ്, കുക്കമ്പർ, കൈപ്പക്ക, ചെറുനാരങ്ങ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം പേക്ക് ചെയ്ത് വെക്കണം. അത് യുവർ ചോയ്സ്. 1 കിലോ പേക്കാണ് 1 കിലോ പേക്ക്, 1/2 കിലോ പേക്കാണ് 1/2 കിലോ പേക്ക്, 1/4 കിലോ പേക്കാണ് 1/4 കിലോ പേക്ക്. അത് നിങ്ങളുടെ ഇഷ്ടം. ആ പേക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. ഈ സാധനം അന്നൊന്നും നമുക്ക് വിറ്റ് തീരാത്ത സാധനങ്ങളാണ് എല്ലാം. മൊത്തത്തിൽ ചില ഷോപ്പുകളിൽ അന്നൊന്ന് വിറ്റ് തീരും, ചില ഷോപ്പുകൾ അന്ന് തീരൂല, പിറ്റേ ദിവസം തീരുള്ളൂ. നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേസ്റ്റേജിലേക്ക് അങ്ങ് പോകും. വേസ്റ്റേജ് പോകാതെ നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ പേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച പോലും അതേപോലെ ഫ്രഷ്നെസ്സിൽ, ഒരാഴ്ചയിൽ 5-10 ദിവസം ഫ്രഷ്നെസ്സിൽ അങ്ങനെ തന്നെ കിട്ടും. പിന്നെ കസ്റ്റമർക്ക് എടുത്ത് പോകാൻ സുഖമാണ്. അവർ ഓരോരോ കിലോ 1/2 കിലോ പേക്ക് അവർക്ക് എടുത്ത് പോകാൻ സുഖമാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പേക്ക് ചെയ്യുന്ന കോലുണ്ട്. നമ്മൾ പ്ലെയിൻ കവറില്ലേ, പ്ലെയിൻ കവറിൽ സെൻട്രലിൽ മടക്കിയിട്ട് അത് ഓൾസാക്കുന്ന ഒരു കുന്തറാണില്ലേ, അത് വെച്ചിട്ട് ഓൾസാക്കുക. 2-4 ഓൾസാക്കുക. ഓൾസ് എന്ന് പറയുമ്പോൾ എയർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അങ്ങനെ പേക്ക് ചെയ്തിട്ട് നല്ല തെല്ലാജ് സൂക്ഷിക്കണം. നല്ല വീതി വിസ്താരണമുള്ള നല്ല തണുപ്പുള്ള കൂളറിലാണ് ഇങ്ങനെ സാധനം സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഷോപ്പ് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വഴിയോരങ്ങളിലും പിന്നെ ഓപ്പൺ ഏരിയകളിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സാധനം ഇട്ട് ബിസിനസ് ചെയ്ത് ഒരുപാട് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങൾ ഷോപ്പ് ആക്കുന്നത് 100-150 സ്ക്വയർ ഫീറ്റ് സ്ഥലം, നല്ല പബ്ലിക്കുള്ള നല്ല ലൊക്കേഷൻ, ജനങ്ങൾ വന്ന് ഇറങ്ങുന്ന വാഹന സൗകര്യങ്ങളുള്ള വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് നിങ്ങൾ ഷോപ്പ് ഓപ്പൺ ആക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തെല്ലാജ അതുപോലത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കും. മറ്റൊന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ത്ലാസ് എങ്ങനത്തെ ത്ലാസാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ആ പ്രൈസ് വരുന്ന ത്ലാസില്ലേ, ആ ത്ലാസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ എഴുതി കണക്ക് കൂട്ടുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ, ഞാൻ പല ഷോപ്പുകളിലും കണ്ടതാണ്, അവർ സുമാർ വെച്ച് എഴുതിയാൽ കണക്ക് കൂട്ടും. അതിൽ യഥാർത്ഥത്തിൽ അതിന് കറക്റ്റായ കണക്ക് വരില്ല. 15 ഗ്രാം 20 ഗ്രാം 30 ഗ്രാമെല്ലാം വരുമ്പോൾ ആ കണക്ക് നമുക്ക് കസ്റ്റമർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കച്ചവടക്കാർ ഇത് കൂടുതൽ വാങ്ങുക. നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ത്ലാസ് വാങ്ങുക. കണ്ട, ഇങ്ങനത്തെ ത്ലാസ് വാങ്ങുക, ഈ പ്രൈസ് വരുന്ന രീതിയിലുള്ള ത്ലാസ്. ഓക്കെ, നിങ്ങൾ ഇതാ ഈ പ്രൈസ് വരുന്ന രീതിയിൽ ത്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ₹1 പോലും എന്ത് വരില്ല, അതിൽ നഷ്ടം വരില്ല. മനസ്സിലാകുന്നുണ്ടോ? ₹1 പോലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. മറ്റൊന്ന് കമ്പ്യൂട്ടർ നിർബന്ധമാണ്. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ നിർബന്ധമാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ, ഒരു ഇലക്ട്രോണിക്സ് ഗ്ലാസ്, നല്ല പ്രൈസ് വരുന്ന ഇലക്ട്രോണിക്സ് ഗ്ലാസ്, ഇത് കടയിൽ ഷോപ്പിൽ അത്യാവശ്യമാണ്. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കലും വാങ്ങലും കണക്കും കാര്യങ്ങളും കറക്റ്റായിരിക്കണം. ബിസിനസ്സിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇത്. കൊടുക്കലും വാങ്ങലും കറക്റ്റായിരിക്കണം. കൊടുക്കലും വാങ്ങലും കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ ഓൻ്റെ ബിസിനസ്സിൽ യാതൊരു ഐശ്വര്യം ഉണ്ടാവില്ല. അതാണ് പല ആൾക്കാരും ബിസിനസ് പരാജയപ്പെടാനുള്ള കാരണം ഈ ഒരു വിഷയത്തിലാണ്. അവൻ്റെ കൊടുക്കലും വാങ്ങലും കറക്റ്റാണെങ്കിൽ അവൻ്റെ ബിസിനസ് വളർന്ന് പന്തലിക്കും. പിന്നെ കടലിൽ കൊണ്ടുപോയിട്ട് കളയുന്ന സാധനമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് എഴുതി വെക്കണം. കണക്ക് നിർബന്ധം, ഒന്നും കണക്കില്ലാതെ വാങ്ങരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പച്ചക്കറി ഫ്രൂട്ട്സ് സാധനങ്ങൾ നമ്മൾ വാങ്ങേണ്ടത് കൃഷിയിടങ്ങളിൽ നിന്നോ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നോ നമ്മൾ വാങ്ങുക. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, ഇടയാളന്മാർ മുഖാന്തരം വാങ്ങാൻ പാടില്ല. ഡയറക്റ്റ്
ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുക. പച്ചക്കറി മാർക്കറ്റിലോ പച്ചക്കറി കൃഷിയിടങ്ങളിലോ അല്ലെങ്കിൽ പിന്നെ ഹോൾസെയിൽ മാർക്കറ്റിലോ പോയിട്ട് സാധനങ്ങൾ വാങ്ങുക. നല്ല ഫ്രഷ്നെസ് സാധനം വാങ്ങുക. കേടായതും ചീഞ്ഞതൊന്നും കസ്റ്റമർക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ചീഞ്ഞത് കസ്റ്റമർക്ക് നിങ്ങൾ അവരെ കണ്ണ് വെട്ടിച്ച് കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം ചീഞ്ഞ സാധനമാണെങ്കിൽ നിങ്ങൾ ശപിക്കും. പിന്നെ നിങ്ങൾക്ക് ആ കസ്റ്റമർ കച്ചവടം കിട്ടൂല. നല്ല സാധനങ്ങൾ കൊടുക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പച്ചക്കറി ബിസിനസ്സിനെ പറ്റി പറയാനുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ വിശദീകരിച്ച് പറയാം. ആദ്യമായിട്ടാണോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സ്വന്തം സിറാജ് കാസ് പേരാവും.